ഒരു സെമി ടോക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നൊരു കാര്യം വന്നിരിക്കുന്നു. SKN ഇപ്പോൾ ഒരു ട്രോള് കാണാനിടയായി. നാളെ സ്ട്രോങ് റൂം തുറക്കുമ്പോൾ SKN EVM മെഷീനും പിടിച്ചു നിൽക്കുന്നു. എന്തെല്ലാം രീതിയിലുള്ള ട്രോളാ നാട്ടിൽ വരുന്നത്. അത് നമ്മൾ ഈ ഒരുപക്ഷെ ഏറ്റവും വേഗത്തിൽ ഈ വാർത്തകളല്ല ഇപ്പൊ സ്ട്രോങ് റൂം തുറന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിന്ന് തന്നെ വളരെ ശക്തമായിട്ട് പറയുമല്ലോ SKN ഒക്കെ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. അപ്പോൾ ആളുകൾ ഇതൊക്കെ നിങ്ങൾ അവിടെ പോയിരുന്ന് പറയുന്നതാണോ എന്നൊക്കെ ചില ആളുകൾ ഇത് പറയാറുണ്ട്. അത് മാത്രമല്ല ഈ ലീഡ് നിലയൊക്കെ വരുമ്പോൾ ആളുകൾ ഇതൊക്കെ ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ലീഡ് നിലയൊക്കെ കിട്ടുന്നതെന്നൊക്കെയുള്ള ചില ഒരു കാര്യവുമില്ലാത്ത ചില സംശയങ്ങളൊക്കെ അവർ ചോദിക്കാറുണ്ടല്ലോ. അതുപോലെയാണ് ഒരു രസം ഉണ്ടായി. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ പ്രേക്ഷകർ കിട്ടിക്കോട്ടെ. അപ്പം നമ്മൾ പിണറായി VD സതീശൻ്റെയും അതുപോലെ KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ ഒരു ഫുൾ വ്യൂയിലുള്ള വീഡിയോ നമുക്ക് എടുത്തു വെക്കണം. ആ വീഡിയോയിൽ നമുക്ക് അവർ ചിരിച്ചു നിൽക്കുന്ന വേണം, അവരുടെ മുഖം മ്ലാനമായാൽ അത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സഹകാരിയായ അരവിന്ദൻ പറഞ്ഞു, പിണറായിയുടെയും കൂടെ ഒന്ന് എടുത്തു വെച്ചാലേ എന്ന് പറഞ്ഞു. അത് വളരെ പ്രസക്തമായ ഡയലോഗാ. നമ്മള് ന്യൂസ് റൂം ബസ് എന്ന് അപ്പൊ ദിലീപ് സഗീർ പറഞ്ഞതിൽ നമുക്ക് അസിത പറഞ്ഞതിലേ അസിത ഈ പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് ആഗോള ഇടതുപക്ഷത്തേക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ വേണമെങ്കിൽ ആ നിലയിൽപ്പെടുത്താം. അല്ലാതെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും അവർ അധികാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഇടതുപക്ഷം ആകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെയൊക്കെ പോലെയുള്ള ആ വഴി സ്വീകരിച്ച് പോകുന്ന ചില കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് അത് ഒരു മറ്റു പാർട്ടികളോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും അത് നടത്തുന്ന അതുകൊണ്ടാണല്ലോ അങ്ങനെ മുന്നണി സംവിധാനമൊക്കെ വിപുലപ്പെടുത്തുകയും ഒക്കെ ഇപ്പോൾ കേരള കോൺഗ്രസിനെ തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ ഈ മുന്നണിയുടെ ഭാഗമായി കൂട്ടുക എന്നുള്ളത്. അധികാരത്തിലേക്ക് എത്താൻ എന്താണോ ചെയ്യേണ്ടത് ആ നിലയിലുള്ള ചില മാർഗങ്ങൾ അവലംബിക്കുന്നു എന്നത് മാത്രമാണ് ഈ കേരളത്തിലെ അടക്കം ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു തോൽവി എന്ന് പറയുന്നത് കേരളത്തിൽ തോൽക്കുകയാണെങ്കിൽ എല്ലാം സാങ്കല്പികമാണല്ലോ. നാളെയാണ് ഇത് അറിയാൻ കഴിയുക. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ കേരളത്തിലാണ് അധികാരത്തിലുള്ളത് ഇടതുപക്ഷം. നേരത്തെ ഒരു കാലത്ത് 13.5% വോട്ട് രാജ്യത്ത് കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടിയാണ് ഈ CPIM എന്ന് പറയുന്നത്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ കേരളത്തിൽ അധികാരത്തിൽ അങ്ങനെ ഉണ്ടായിരുന്ന പാർട്ടി. ബീഹാറിൽ തന്നെ CPIക്ക് നിരവധി MLA-മാരുണ്ടായിരുന്ന പാർട്ടി. തെലങ്കാനയല്ല നേരത്തെ അവിഭക്ത ആന്ധ്രാപ്രദേശിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അത് രണ്ട് പാർട്ടികളും. അപ്പോൾ ആ നിലയിൽ രണ്ട് പാർട്ടികളും പരസ്പരം മത്സരിച്ച മണ്ഡലങ്ങൾ പോലും ഈ ആന്ധ്രാപ്രദേശിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഖമ്മം, നൽഗൊണ്ട തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ. അപ്പോൾ ആ നിലയിൽ ദേശീയ തലത്തിൽ അതാണ് കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു തുരുത്ത് എന്ന നിലയിൽ ഇപ്പോഴുണ്ടായിരുന്നത്. അതിലൊരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകും. ഈ പാർലമെന്റിൽ പോലും ദേശീയ തലത്തിൽ ഇപ്പോൾ അധികാരം കിട്ടിയില്ല എന്ന് കരുതുക, എന്ത് സംഭവിക്കും അടുത്ത ദിവസം മുതൽ ഇടതുമുന്നണിക്ക്? അധികാരം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലൊക്കെ എന്താ സംഭവിച്ചത്? കാരണം അവിടെയുള്ളവരെല്ലാം മറ്റു പാർട്ടികളിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ പോകുമോ എന്നല്ല, കേരളത്തിൽ അങ്ങനെ പോകുമോ എന്നല്ല, നിൽക്കേണ്ടി വന്നാൽ CPIMന്റെ സംഘടനാ സംവിധാനത്തിലോ പാർലമെന്ററി സംവിധാനത്തിലോ അത് ഏത് നിലയിൽ സ്വാധീനം ഉണ്ടാക്കും? അല്ല, ഞാൻ പറഞ്ഞത് അതില് അസിത എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകുമെന്നല്ല. പക്ഷേ ചില പ്രവർത്തകരെങ്കിലും സംബന്ധിച്ചത് ഒരു നിരാശയിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബംഗാളിലും ത്രിപുരയിലൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പക്ഷെ അവിടെ തന്നെ ഈ അടപടലം മറ്റു പാർട്ടികളിലേക്ക് പോയിട്ടുള്ളത്, അത് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും BJPയിലൊക്കെ പോയിട്ടുള്ളതൊക്കെ അവിടുത്തെ CPIMന്റെ പ്രവർത്തകരായിരുന്ന ആൾക്കാരാണ്. ഗ്രാമതലങ്ങളിലൊന്നും അല്ലെങ്കിൽ താഴെ ബ്രാഞ്ച് തലങ്ങളിലൊന്നും ഒരു പ്രവർത്തനം നടത്താതിരുന്നതിൻ്റെ ഫലം കൂടിയാണ്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒന്നുമില്ലെങ്കിലും DYFIയുടെ ഒരു വളരെ മഹത്തരമായ ഈ പൊതിച്ചോർ നൽകുന്ന ആ പരിപാടി അടക്കം വളരെ സജീവമായി DYFI അടക്കം താഴെത്തട്ടിലൊക്കെ വളരെ സജീവമാണ് കേരളത്തിൽ. അതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങനെ ഉണ്ടാകുന്നല്ല. പക്ഷേ അത് പ്രവർത്തകരെ സംബന്ധിച്ച് തെല്ലെങ്കിലും അതൊരു നിരാശയ്ക്ക് വഴി ഒരുക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അസിത തന്നെ കഴിഞ്ഞ ദിവസം ഈ കർഷക സമരത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിരുന്നു. കർഷക സമരമൊക്കെ നടത്തുന്നുണ്ട് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ. അതെന്തുകൊണ്ട് അത് വോട്ടായി മാറുന്നില്ലെങ്കിൽ അതും നേതൃത്വത്തിൻ്റെ ഒരു പരാജയം കൂടിയാണ്. ഈ തൊഴിൽ സമരങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇടത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അത് CITU ആയാലും AITUC ആയാലും എല്ലാം ദേശീയ തലത്തിൽ പല മേഖലകളിലും ഇപ്പോൾ തന്നെ ദേശീയ തലത്തിലൊരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളൊക്കെ സ്തംഭിക്കുന്ന അവസ്ഥയാണ്. കാരണം അവിടെയൊക്കെ വളരെ ശക്തമായ ട്രേഡ് യൂണിയനാണ് ഇടത് പാർട്ടികൾക്കുള്ളത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് വോട്ടാക്കി മാറ്റുന്നതിൽ ആ നേതൃത്വത്തിനും ഒരു പരാജയം സംഭവിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.